ഹോം മെയ്ഡ് മന്തി മസാലയുടെ റെസിപ്പി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞ് വരുന്ന ആ ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 10 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 5-6 ഏലക്കായ, പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2 വലിയ കഷ്ണം കറുവപ്പട്ട ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തത്. വലിയ പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു വിരലിൻ്റെ അത്രയൊക്കെ വലുപ്പമുള്ള പീസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതാണ്. അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുത്തതാണ്. അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ ചേർത്തിട്ടുള്ള ജീരകം ഒന്ന് പൊട്ടിക്കഴിയുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. മല്ലിയൊന്നും റോസ്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. കാരണം നമ്മൾ മല്ലിയുടെ കളറ് മാറിക്കഴിഞ്ഞാൽ മസാലയുടെ ഫ്ലേവറിന് വ്യത്യാസം വരും. അപ്പോൾ മല്ലി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മൾ ചേർത്തിട്ടുള്ള ജീരകമാണ് ശരിക്കും നന്നായി ഒന്ന് റോസ്റ്റായിട്ട് ഫ്രൈ പോലെ ആയി വരേണ്ടത്. അത് ജസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആ പാത്രത്തിന് കുറച്ച് ചൂടുണ്ടാവും, അതുകൊണ്ടാണ് കുറച്ചുകൂടെ സമയം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ച് പൗഡറാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഫ്ലേവർ ഒന്നും മിസ്സാവാതെ തന്നെ നമുക്കത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിനകത്തേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു മാസം 1.5 മാസം വരെ നമുക്ക് ആ ഫ്ലേവറിനൊന്നും വ്യത്യാസം വരാതെ നമുക്ക് മന്തി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് മസാല ആദ്യം ഉണ്ടാക്കിയത് ഇവിടെ ബാക്കിയുണ്ട്. അതേ ബോട്ടിലിനകത്തേക്ക് തന്നെയാണ് വീണ്ടും ഇട്ടിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. 1.5 മാസം വരെ നമുക്ക് ഇതിൻ്റെ ആ ഫ്ലേവറിനൊന്നും വ്യത്യാസം വരാതെ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മന്തി മസാല ഉണ്ടാക്കൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.